ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജമീമ റോഡ്രിഗസ് മകളെ പോലെയാണെന്ന് ഇന്ത്യൻ വനിതാ ടീം മുൻ സഹപരിശീലകൻ ബിജു ജോർജ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ജമീമയുടെ മികച്ച പ്രകടനത്തിൽ സന്തോഷത്തിലാണ് ബിജു. ഇത്തവണത്തെ വുമൺസ് ലോകകപ്പിലെ ഓസ്ട്രേലിയയുടെ ഒരേയൊരു തോൽവി ഇന്ത്യക്കെതിരെ സെമിഫൈനലിൽ ആയിരിക്കുമെന്ന് ഒരാഴ്ച മുമ്പ് പ്രവചിച്ചത് ബിജു ജോർജ് ആയിരുന്നു. Mark my words, Australia will lose only one match in the Women's World Cup to India in the semi-finals. India will win this tournament. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ സഞ്ജു സാംസനെ കൈപ്പിടിച്ചുയർത്തിയ പരിശീലകൻ, ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ സഹപരിശീലകനായിട്ടുള്ള ബിജു ജോർജ്. അദ്ദേഹം തിരുവനന്തപുരത്തെ സ്പോർട്സ് വില്ലേജിലുണ്ട്. ആദ്യത്തെ പ്രവചനം ഫലിച്ചു ബിജു ഏട്ടാ. രണ്ടാമത്തെ പ്രവചനം ഫലിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരു ഫൈനലിന് എത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള ഫൈനൽസ് 2017 ലോർഡ്സിൽ വേൾഡ് കപ്പ് ഫൈനലിൽ ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിങ് വെച്ചായിരുന്നു. ജയിക്കാൻ നമുക്ക് 35 റണ്ണും 6 വിക്കറ്റും ഉള്ളിടത്തു നിന്ന് തോറ്റുപോയ ആ വേദനയും എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് പറയണം, പല രാത്രികളിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് ആലോചിച്ചാണ് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എണീക്കുന്ന ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ എങ്ങനെ തോറ്റെന്നുള്ള മനസ്സിലാ വിഷമം ഇപ്പോഴും പോയിട്ടില്ല. ഇപ്രാവശ്യം ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ 1-2 കാര്യങ്ങൾ ഇതിൽ വളരെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റിച്ച ഘോഷിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിരുന്നു. പിന്നെ പ്രതീക റാവൽ പുതിയതായിട്ട് വന്ന കൊച്ച്, സ്മൃതി കൺസിസ്റ്റൻ്റായി റണ്ണടിക്കുന്നു, ഹർമൻ റണ്ണടിക്കുന്നു. ഇതൊക്കെ വളരെ നല്ല സൈൻസാണ് ഇന്ത്യക്ക് ഫൈനലിൽ എത്തുന്നതായിരുന്നു. ജമീമ പറയുകയാണെങ്കിൽ ഒരു പ്ലെയറിൽ ഉപരിയായിട്ട് ജമീമ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു എന്താ പറയുക, സ്വന്തം മോള് പോലുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര നല്ല കൊച്ചാണ്. 16-17 വയസ്സ് തൊട്ട് ഞാൻ കണ്ടു തുടങ്ങിയാണ്. അന്ന് കണ്ട ജമീമയാണ് ഇന്ന് കണ്ട ജമീമ, ഒരു വ്യത്യാസവും ഇല്ല. എന്നുവെച്ചാൽ അവൾക്ക് ഞാൻ വളരെ താഴ്മയുള്ളവളാണെന്ന് നമുക്ക് അഭിനയിക്കേണ്ടി വരുന്നു. ജെനുവിൻലി ഷീസ് ഹംബിൾ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ, എല്ലാ കാര്യത്തിനും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. മത്സരത്തിന് ശേഷം ഞങ്ങളൊരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിൽ സംസാരിച്ചു, വീഡിയോ കോളിൽ സംസാരിച്ചായിരുന്നു. ഭയങ്കര എമോഷണലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ലായിരുന്നു. ഒരുപാട് നേരം കരഞ്ഞ് എന്ന് വെച്ചാൽ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾ പെർഫോം ചെയ്യണമെന്ന് വെച്ചാൽ. അവളുടെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വിമൻ ക്രിക്കറ്റിൽ അവൾക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. ജെനുവിൻലി 1 ഡൗൺ കളിക്കേണ്ട യോഗ്യതയുള്ള പ്ലെയർ അവളാണ്. പലപ്പോഴും 1 ഡൗൺ സ്ഥാനം അവൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്, കളിക്കാൻ വിട്ടിട്ടില്ല. ഒരു ഫൈനലിൽ ഒരു പ്രഡിക്ഷൻ നടത്തിയ ഒരാളെന്ന നിലയിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്താവാനാണ് സാധ്യത? എപ്പോഴും ബിഗ് മാച്ചസിൽ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്തിരിക്കും എപ്പോഴും നല്ലത്. സ്കോർ ബോർഡിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്തൊരു 300 റൺ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക എളുപ്പം കൊളാപ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ ചേസ് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല റണ്ണിലേക്ക് വന്നാൽ ചിലപ്പോൾ ഒരു ഭയങ്കര ടൈറ്റ്, ഭയങ്കര നമുക്ക് തന്നെ ഉറക്കം 3-4 ദിവസം കിട്ടാത്ത മാച്ചായിട്ട് മാറാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. വിജുവേട്ടൻ ആദ്യത്തെ പ്രവചനം ഫലിച്ചു, രണ്ടാമത്തെ പ്രവചനവും ഫലിക്കട്ടെ. ഏതൊരു ക്രിക്കറ്റ് ആരാധകനെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു നമ്മൾ ഇന്ത്യ ലോക ചാമ്പ്യന്മാരാകട്ടെ. സജീവ് കുമാറിനൊപ്പം ടി എസ് ശ്രീകൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.